അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 36-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ട്, അതായത് രണ്ടാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, ഈ ആയത്തിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ, എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു എന്ന് പറഞ്ഞ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ആദം അലൈഹിസ്സലാമക്ക് അല്ലാഹു മലക്കുകളോടും ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയം മലക്കുകൾ അള്ളാഹുവിന്റെ ആ കൽപ്പന സ്വീകരിക്കുകയും ഇബ്ലീസ് അത് വിസമ്മതിക്കുകയും ചെയ്ത കാര്യം. അങ്ങനെ അഹങ്കാരിയായ ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ താമസിച്ചിരുന്ന സ്വർഗത്തിലെ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുകയാണ്. ശേഷം ആദം അലൈഹിസ്സലാമക്കും അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വാ ബീവിക്കും ആ സ്വർഗത്തിൽ താമസിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തു. തുടർന്ന് ഒരു പരീക്ഷണമെന്ന നിലക്ക് അള്ളാഹു ആദം അലൈഹിസ്സലാമയോടും ഹവ്വാ ബീവിയോടും ഒരു പ്രത്യേക വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിലക്കുകയാണ്. ആ സമയം അഹങ്കാരവും അസൂയയും കൈമുതലുള്ള ഇബ്ലീസ് ആദം അലൈഹിസ്സലാമക്ക് ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകിക്കൊണ്ട് അവരെ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ അവസരമുണ്ടാക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ, എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ ആജ്ഞ ധിക്കരിച്ച ഇബ്ലീസ് പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമിയെയും അവരുടെ ഇണയെയും വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി അതിനുള്ള ഒരു അവസരമുണ്ടായത് എങ്ങനെയാണ് എന്ന ഒരു സംശയം. പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ഈ വിഷയത്തിലുള്ള ചർച്ച കേന്ദ്രീകരിച്ചിട്ടുള്ളത് അത് ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും താമസിച്ച ജന്നത്തും, അതുപോലെ തന്നെ ഇബ്ലീസ് അവരെ ചതിക്കാനിടയാക്കിയ ആ ജന്നത്തും, ഈ ജന്നത്ത് എവിടെയാണ് എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരഭിപ്രായം, അത് അള്ളാഹു അനുഗ്രഹിച്ച വാനലോകത്തുള്ള സ്വർഗ പൂങ്കാവനമാണ് ആ ജന്നത്ത് എന്നതാണ് പ്രബലമായ തെളിവുകളോട് കൂടുതൽ യോജിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാര് വീക്ഷണമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം, ആ ജന്നത്ത് അത് ഭൂമിയിൽ അള്ളാഹു അവർക്ക് താമസിക്കാനായി പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു തോട്ടമാണ് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ തോട്ടം ആദം അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും പരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ തോട്ടമാണ് എന്നാണ് ചുരുക്കം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ രണ്ടാമത്തെ അഭിപ്രായം സ്വീകരിച്ച പണ്ഡിതന്മാർ, അതായത് ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും താമസിച്ചിരുന്ന ആ ജന്നത്ത് അത് ഭൂമിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക സ്ഥലമായിരുന്നു എന്ന് പറയുമ്പോൾ, അതും വേദക്കാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അവർ ഉന്നയിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ. ആ ചോദ്യവും അതിനുള്ള കൃത്യമായ ഒരു ഉത്തരവും പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതെന്താണ് ആ ചോദ്യം? അവർ എടുത്തു പറയുന്ന കാര്യം, ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചപ്പോൾ അള്ളാഹു ഇബ്ലീസിനെ ആ വിശുദ്ധമായ സന്നിധാനത്തിൽ നിന്നും പുറത്താക്കി എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. യഖ്റുജു മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് അന്നേരം പറഞ്ഞത്. ഇക്കാര്യം നമുക്ക് സൂറത്തുൽ അഹ്റാഫിലെ 18-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. സൂറത്തുൽ അഹ്റാഫിലെ തന്നെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞ കാര്യം പറയുന്നത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക, ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ പറ്റുകയില്ല, തീർച്ചയായും നീ നിന്ദ്യരുടെ കൂട്ടത്തിലാകുന്നു എന്നാണ്. സൂറത്തു സ്വാദിലെ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുന്നത്, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോകണം, തീർച്ചയായും നീ ആട്ടി അകറ്റപ്പെട്ടവനാകുന്നു എന്നാണ്. ഈ ആയത്തുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇബ്ലീസ് ആ ജന്നത്തിൽ നിന്നും ആദം അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതോടുകൂടി അവിടെ നിന്നും ഇബ്ലീസിനെ ആട്ടിയോടിച്ചു എന്നാണ്. ഇനി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുമ്പിൽ വെച്ച് പരിശോധിച്ചാൽ അതിനുശേഷം
ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിയുടെ അടുക്കൽ ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് വേണ്ടി ദുർമന്ത്രണം നടത്തുന്നുണ്ട്. സൂറത്തു ത്വാഹയിലെ 120-ാമത്തെ ആയത്തിൽ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമക്ക് ദുർബോധനം നൽകുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഇബ്ലീസ് പറയുകയാണ്, ആദമേ, അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെ പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെ പറ്റിയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ്. സൂറത്ത് അഹ്റാഫിലെ 20 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ കാണാൻ കഴിയും. ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിയോട് പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇരുവരെയും വിലക്കിയിട്ടുള്ളത് നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരുമെന്നത് കൊണ്ടോ നിങ്ങൾ ഇവിടെ നിത്യവാസികളായി തീരുമെന്നത് കൊണ്ടോ അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. തീർച്ചയായും ഞാൻ നിങ്ങൾ ഇരുവരുടെയും ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ് എന്ന് അവരോട് അവൻ സത്യം ചെയ്ത് പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഇരുവരെയും വഞ്ചനയിലൂടെ അവൻ തരം താഴ്ത്തിക്കളഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്റാഫിലെ 20 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചുരുക്കം ചില പണ്ഡിതന്മാർ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിയെ ദുർബോധനം ചെയ്തത് അത് നേരിൽ തന്നെ, എന്നാൽ അത് വാനലോകത്തുള്ള സ്വർഗത്തിലല്ല, മറിച്ച് അള്ളാഹു ഭൂമിയിൽ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു തോട്ടത്തിൽ വെച്ചായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു അഭിപ്രായം ശരിവെക്കുവാൻ വേണ്ടി ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താ, ആദം നബി അലൈഹിസ്സലാമക്ക് മരണം സമയം ആസന്നമായ സമയത്ത് ജന്നത്തിൽ നിന്നുള്ള അഥവാ തോട്ടത്തിൽ നിന്നുള്ള ഒരു കുല മുന്തിരി ലഭിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന് വേണ്ടി അത് അന്വേഷിച്ചിറങ്ങിയെന്നാണ്. അങ്ങനെ വഴിയിൽ ആ മക്കൾ മലക്കുകളെ കണ്ടുമുട്ടുകയും ആ മലക്കുകൾ അവരോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവിന് ജന്നത്തിൽ നിന്നുള്ള മുന്തിരി കഴിക്കുവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്നേരം മലക്കുകൾ പറയുകയാണ് ആ മക്കളോട്, നിങ്ങൾ തിരിച്ചു പോകൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് ആ സമയം മലക്കുകൾ പറയുകയാണ്. അവർ തിരിച്ചു പോയപ്പോൾ ആദം അലൈഹിസ്സലാമ മരണപ്പെട്ടതായാണ് അവർ കാണുന്നത്. പിന്നീട് മലക്കുകൾ ആദം അലൈഹിസ്സലാമയെ കുളിപ്പിക്കുകയും തുണി കൊണ്ട് പൊതിയുകയും ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് മറ്റു മലക്കുകൾക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ആ മലക്കുകൾ പറഞ്ഞു, എന്ത്, ഇത് ആദമിന്റെ മക്കൾക്ക് പിന്തുടരാവുന്ന അദ്ദേഹത്തിന്റെ സമ്പ്രദായമാണ് എന്ന്. ആ നമസ്കാരവും അതുപോലെ തന്നെ മയ്യത്ത് കബറടക്കിയതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകൾ പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, ഇവിടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ വാദിക്കുന്നത് ആദം അലൈഹിസ്സലാമിയുടെ മക്കൾ മുന്തിരി അന്വേഷിച്ചു കൊണ്ടുപോയ ആ ജന്നത്ത് അഥവാ ആ സ്വർഗത്തോപ്പ് അത് ഈ ഭൂമിയിൽ തന്നെ ആദം അലൈഹിസ്സലാം ജീവിച്ച സ്ഥലത്ത് തന്നെയുള്ളതാണ് എന്നാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി ആ മുന്തിരി അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ പുറപ്പെട്ടത് എന്ന് ഈ പണ്ഡിതന്മാർ വാദിക്കുന്നത്. ഈ ഹദീസിൽ പറയുന്ന ജന്നത്ത് അത് ഏതാണ് എന്നതൊക്കെ വിശദമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും ഇത്തരം ചർച്ചകൾ വളരെ വിശദമായി തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വൻ നിഹായയിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നത് അത് വാനലോകത്തുള്ള സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തോപ്പ് ഭൂമിയിലല്ല എന്നതാണ്. സഹോദരങ്ങളെ, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം ഈ ഒരു അഭിപ്രായമാണ്. ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മുഫസ്സിറുകൾ നിരവധി കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഈ അഭിപ്രായത്തെയാണ് പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചില വിഷയങ്ങൾ, ചില ഹദീസുകൾ ഇത് സംബന്ധമായി നമ്മൾ പഠിക്കുകയും ചെയ്തതാണ്. എങ്കിലും ഒരു പ്രധാനപ്പെട്ട ആയത്ത് ഈ വിഷയത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സൂറത്ത് ത്വാഹയിലെ 116, 117 ആയത്തുകളാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യൂ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, അപ്പോൾ അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. എന്നിട്ട് ഇബ്ലീസ് അതിന് വിസമ്മതിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ, ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക. അപ്പോൾ നാം പറഞ്ഞു, ആദമേ, തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാകുന്നു. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ. അതിനാൽ നിങ്ങൾ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ നീ കഷ്ടപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ സഹോദരങ്ങളെ, ഈ ഇബ്ലീസ് ഉണ്ടല്ലോ, അവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്.
നിങ്ങളെ രണ്ടുപേരെയും അവൻ ഈ ജന്നത്തിൽ നിന്ന് അഥവാ ഈ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ എന്ന താക്കീത് വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് സഹോദരങ്ങളെ. അതായത് അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിയെയും അവരുടെ ഇണയെയും താമസിപ്പിച്ച ആ ജന്നത്തിൽ നിന്ന് പിശാച് അവരെ പുറത്താക്കുവാൻ വേണ്ടി പണിയെടുക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന. അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ എന്ന്. ഇവിടെ അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയും നടപടികളെയും സംബന്ധിച്ച് അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദം അലൈഹി ഇസ്ലാമിയെയും അവരുടെ ഇണയായ ഹവ്വ ബീവിയെയും അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചതും ആ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതും അത് ഒരു പരീക്ഷണമായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് സഹോദരങ്ങളെ അവരിലേക്ക് ഇബ്ലീസിന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് അള്ളാഹു അവർ രണ്ടുപേർക്കും ഇബ്ലീസ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി താക്കീത് നൽകിയത്. അങ്ങനെ ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകിക്കൊണ്ട് പിശാച് അവരെ അബദ്ധത്തിൽ ചാടിക്കുകയും ആദം അലൈഹി ഇസ്ലാമയും ഹവ്വായും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കളയുകയും ചെയ്തത്. അങ്ങനെയാണ് അവർക്ക് അവരുടെ സ്വർഗീയ ജീവിതം നഷ്ടപ്പെട്ടു പോയത്. ഈ ഭൂമിയിൽ ശേഷമുള്ള കാലം അവർക്ക് ജീവിക്കേണ്ടി വന്നതും ഇതു കാരണമാണ് എന്നർത്ഥം. അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും നമ്മെ ഉണർത്തുകയാണ്. ഇനി പിശാചിന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ശത്രുതയെക്കുറിച്ച് കൂടി നമുക്ക് ഈ ആയത്തിന്റെ പഠനത്തിന്റെ ഭാഗമായി കൊണ്ട് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.